ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശരിയായൊരു വിജയത്തിനും ക്രിസ്തീയ ജീവിതത്തിൽ കൂടി നമ്മുടെ തലമുറയും നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാനുള്ള മാർഗങ്ങൾ ഒക്കെയാണ് നമ്മൾ പ്രഭാതത്തിൽ പലപ്പോഴായി ചുരുക്കമായി ചിന്തിച്ചിട്ടുള്ളത്. ഇന്നും അപ്രകാരം തന്നെ ചില ദൈവവചന ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു പാട്ട് പാടി ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിലും വലിയവ ചെയ്യുമാറാകട്ടെ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം ചേർന്നിടുകിൽ വിണ്ണാതിൽ നിന്നെ ചേർത്തിടുമേ. വന്നുടൻ പാദം ചേർന്നിടുകിൽ വിണ്ണാതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കിന്ന് പ്രഭാതത്തിൽ ഒരു വചനഭാഗം ചിന്തിച്ച് ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഏറ്റവും നന്മയും ഏറ്റവും അനുഗ്രഹമെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമുക്ക് ആശ്വാസത്തോടെ ജീവിക്കുവാനുള്ള മാർഗങ്ങൾ ചിന്തിക്കുന്നവരാണ് ലോകത്തിലുള്ള എല്ലാവരും. അതുകൊണ്ട് അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് ജോലിയാണെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും എല്ലാം വാർദ്ധക്യത്തിലെത്തുമ്പോൾ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള മാർഗങ്ങൾ, പെൻഷനുകൾ, മറ്റു കാര്യങ്ങളെല്ലാം അവർ ക്രമീകരിക്കും. നമ്മുടെ രാജ്യത്ത് അപ്രകാരം എല്ലാവർക്കുമില്ല. എങ്കിലും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമ്പത്തുണ്ടാകണമെന്ന് മാത്രമല്ല, മക്കളടുത്തുണ്ടാകണം, ഒരു സമാധാനപരമായ ജീവിതം ഉണ്ടാകണം. എത്ര സമ്പത്തുണ്ടായാലും സമാധാനം ഉണ്ടാകണമെന്നില്ല, മക്കളുടെ സാമീപ്യം ഉണ്ടാകണമെന്നില്ല, മക്കളുടെ നന്മ കൊണ്ട് സന്തോഷിക്കാനായിട്ട് സാധിക്കണമെന്നുമില്ല. അതിനെല്ലാം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളായ, വിശ്വാസികളായ, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവരായ ഏത് മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ ലോകത്ത് സുരക്ഷിതമായി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും ജീവിക്കുവാനുള്ള സകല മാർഗങ്ങളും വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ദീർഘായുസ്സോടെ ഈ ഭൂമിയിൽ ഇരിക്കുവാനും നന്മ അനുഭവിക്കുവാനുമെല്ലാം ആയി ഒരു മാർഗം വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം നമ്മൾ വായിച്ചത്: നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനായി നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം.
അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. വിശ്വാസികൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തുള്ള സകല ജനവും ആഗ്രഹിക്കുന്നത് അവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ വാർദ്ധക്യവും അവരുടെ ജീവിതാവസാനവും എല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെ ആയിരിക്കണം. അങ്ങനെ ആകണമെങ്കിൽ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ മാർഗത്തെ നമ്മളും സ്വീകരിച്ചാൽ മതി. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. ലോകത്തുള്ള ആളുകൾ പല ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. തങ്ങളുടെ ജീവിതം സുരക്ഷിതമായി തീരുവാനും മക്കൾ തങ്ങളെ സ്നേഹിക്കുവാനും തങ്ങൾക്ക് ബലം ക്ഷയിക്കുമ്പോൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ സഹായം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവനും ചെലവഴിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്ന മാർഗം അതല്ല. നീ എന്ത് ചെയ്യണം? എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. മാതാവിനെ സംബന്ധിച്ച് 10 മാസം ചുമന്നവനെ പ്രസവിക്കുന്നു. മാതാവും പിതാവും കൂട്ടുത്തരവാദിത്തോടു കൂടി തങ്ങളുടെ സുഖങ്ങളും തങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചതിന് ശേഷം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും അവരുടെ ക്ഷേമത്തിനും അവരുടെ സൗകര്യത്തിനും വേണ്ടി തങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് അതിലേക്ക് ചിലവഴിക്കുകയാണ്. തങ്ങൾക്കൊരു നന്മ ഉണ്ടാകണം, ഒരു അനുഗ്രഹം ഉണ്ടാകണം, മക്കളുടെ നന്മ കാണണം, മക്കൾ കൂടി തങ്ങൾക്കൊരു നന്മ ലഭിക്കണം എന്നൊക്കെയുള്ള വിചാരത്തോടെ ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ലോകത്ത് മുഴുവൻ കാണുന്നത്. പക്ഷെ വചനം പറയുന്നത് നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് നന്മ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിച്ചിരിക്കണം. കാരണം നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല നമുക്ക് ഒരു ശിശുവിനെ, ഒരു കുഞ്ഞിനെ നൽകുന്നത്. നമ്മുടെ ആരെയും ഇഷ്ടപ്രകാരമല്ല. സ്വർഗത്തിലെ ദൈവം ഓരോരുത്തർക്ക് ഗർഭഫലം കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവരെ പോറ്റേണ്ട ഉത്തരവാദിത്വം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എത്തിച്ചു തരേണ്ടത് ദൈവമാണ്. അങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ആരോഗ്യവും കഴിവും ബുദ്ധിയും എല്ലാം, മക്കളെ വളർത്തുവാനുള്ള കഴിവും ബുദ്ധിയും ആരോഗ്യവും എല്ലാം കൊടുക്കുന്ന ദൈവമാണ്. ആ ദൈവം തന്നെ വേണം നമ്മളെ എന്ത് ചെയ്യണം? നമ്മളെ വാർദ്ധക്യത്തിൽ നമ്മളെ പുലർത്തുവാൻ. ആ വാർദ്ധക്യത്തിൽ നമ്മളെ പുലർത്തുവാനായിട്ട് നമ്മളുടെ മക്കൾക്ക് ബലവും ശക്തിയും ബുദ്ധിയും കഴിവും അതിനുള്ള മനസ്സും കൊടുക്കുന്നതും ദൈവമാണ്. അങ്ങനെയുള്ള ബലവും ശക്തിയും മനസ്സും പണവും സമ്പത്തും നമ്മളോടുള്ള കരുണയും ദയയും എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ മതി. അതുകൂടി നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ ദൈവത്തിനാണ് നമ്മുടെ മേൽ ഉത്തരവാദിത്വം. അങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുള്ളവനെ ബഹുമാനിക്കേണ്ടതും മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ധർമ്മം ചെയ്തിട്ടുള്ളവന് ആ ധർമ്മം തിരിച്ചു കൊടുക്കേണ്ടതും, മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുള്ള ബഹുമാനം തിരികെ കൊടുക്കേണ്ടതും എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ജീവിതം സുരക്ഷിതമായി. ഇൻഷുറൻസ് എടുക്കുന്നു, PF കൂടുതൽ നിക്ഷേപിക്കുന്നു, ബാങ്കിൽ കൂടുതൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, മക്കളെ വളർത്തി വലിയ വലിയ നിലയിലേക്ക് എത്തിക്കുവാനെല്ലാം നോക്കുകയും പ്രയത്നിക്കുകയും എല്ലാം ചെയ്യുന്നവർ പരാജയപ്പെടും. അവരുടെ ജീവിതം ശുഭകരമല്ലാതെ സന്തോഷകരമല്ലാതെ അവർ തീരുമ്പോൾ ഒന്നുമില്ലെങ്കിലും മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുള്ള തലമുറ തങ്ങളുടെ മക്കളാൽ സ്നേഹിക്കപ്പെട്ടും അനുഗ്രഹിക്കപ്പെട്ടും ദീർഘായുസ് പ്രാപിച്ചും ജീവിക്കുന്ന ലോകത്ത് അനവധി ജീവിക്കുന്ന സമൂഹങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തീകരണമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവ് ഒന്നും കൽപ്പിക്കുകയില്ല. ഈ ഭൂമിയും ഈ ലോകവും അതിൻ്റെ മോഹങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനവും എന്നേക്കും നിൽക്കുന്നു. മാറാത്ത കൽപ്പനയാണ്. എനിക്ക് ദീർഘായുസ്സുണ്ടാവണം, എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് സന്തോഷമായും സുരക്ഷിതമായും സമാധാനത്തോടെ ജീവിക്കണം, എൻ്റെ മക്കൾ എൻ്റെ അടുത്തുണ്ടായിരിക്കണം, ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ സ്നേഹിച്ചു അവരെ അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ മതി. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അത് നിവർത്തിക്കുവാൻ ദൈവം ഉത്തരവാദിത്തപ്പെട്ടവനാണ്. അത് അങ്ങനെ ചെയ്യുന്നവനെ
അങ്ങനെ ചെയ്യുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ദൈവമാണ്. വചനം പറയുന്നത് പോലെ തൻ്റെ പ്രിയവനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നന്മയും കരുണയും ഒക്കെയും നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. അനേകരും ഇരുന്ന് വിലപിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മുഴുവൻ അധ്വാനവും, എൻ്റെ മുഴുവൻ കഴിവും, എൻ്റെ മുഴുവൻ പണവും എൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചു. വാർദ്ധക്യത്തിൽ അവരെ എൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നില്ല, എന്നെ കാണാൻ വരുന്നില്ല, എൻ്റെ ഭവനത്തിൽ താമസിക്കുന്നില്ല, എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല എന്ന് വിലപിക്കുന്ന അനേക ലക്ഷം മാതാപിതാക്കളോടും ഉള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ മാതാപിതാക്കളെ നിശ്ചയമായിട്ടും ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും നമുക്ക് തിരികെ തരുവാൻ ദൈവം ഉത്തരവാദിത്തപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അതുണ്ട്. നിശ്ചയമായിട്ടും അത് അപ്രകാരം തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദീർഘായുസ്സോടും കൂടി വസിക്കുവാൻ മറ്റൊരു മാർഗവും അന്വേഷിക്കേണ്ട. നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുവെങ്കിൽ ദീർഘായുസ്സും നന്മയും കരുണയും ഒക്കെയും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ജീവിതം ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും സ്വർഗീയ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാം. ഈ പ്രഭാതത്തിൽ ആ വിലയേറിയ ദൈവത്തിൻ്റെ ആലോചനയിൽ തന്നെ ആശ്രയിച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളിൽ വന്നിട്ടുള്ള പിഴവുകളെല്ലാം നമുക്കൊന്ന് തീർത്ത് നികത്തിയെടുത്ത് ദൈവത്തിൻ്റെ കൽപ്പനയെ അപ്പാടെ അനുസരിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ എനിക്കും കേൾവിക്കാരായ നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താവേ, അടിയങ്ങൾ പല പ്രഭാതങ്ങളിലും അടിയങ്ങളുടെ നിത്യേനയുള്ള ജീവിതത്തിൽ അടിയങ്ങൾ മുറുകെ പിടിക്കേണ്ടതും നിത്യേനയുള്ള ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനുള്ള പല മാർഗങ്ങളും അടിയങ്ങൾ ചിന്തിക്കുകയും അത് ആ ദൈവവചനത്തിൽ കൂടി പ്രാപിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ അടിയങ്ങൾ ദീർഘായുസ് ഉണ്ടാകുവാൻ തക്കവണ്ണം അടിയങ്ങളെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകി തരുവാൻ വേണ്ടി അടിയങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അതിൽ വന്നിട്ടുള്ള കുറവുകളെല്ലാം അടിയങ്ങളോട് ക്ഷമിക്കുകയും ദൈവം അടിയങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ സമയം മുതൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തിയാകുന്നതുവരെയും അടിയങ്ങളുടെ മാതാപിതാക്കൾ അടിയങ്ങൾ ചെയ്തു നോക്കുകയും അടിയങ്ങൾ ഓർക്കുവാനും അതിനവർക്ക് പ്രത്യുപകാരം ചെയ്യുവാനും അങ്ങനെ പ്രത്യുപകാരം ചെയ്ത് അടിയങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും മാനിക്കപ്പെടുവാനും സ്വർഗത്തിൽ ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാതനകളെല്ലാം കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദൈവം നീ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ.